രാവിലെയൊക്കെ മോസ്റ്റ്ലി ടൂ മച്ച് ഓയിലായിട്ട് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ 2 തവണ ഇങ്ങനെ പഞ്ഞി വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ക്ലെൻസ് ആയ ഒരു ഫീലാണ് കിട്ടുന്നത്. താല്പര്യമില്ലാത്തവർക്ക് ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ സ്കിൻ കെയർ റുട്ടീനാണ്. കുറച്ച് മേക്കപ്പ് ടച്ചപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നത്. നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഓഫീസിലും ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി ഒരു സ്കിൻ കെയർ പ്ലസ് ടച്ചപ്പ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖം കഴുകാൻ. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഖാദിയുടെ ഒരു ഫേസ് ക്ലെൻസർ ആണ്. എനിക്ക് നല്ല രീതിയിൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നീം ആൻഡ് തുളസി വരുന്ന ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാര്യം നല്ല രീതിയിൽ ഓയിൽ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഓയിൽ സെക്രീഷൻ. പിന്നെ ഇതിൽ നീമും തുളസിയും ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് കുറേ പുതിയ പിമ്പിൾസ് ഉണ്ടാവുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് കാരണം മാത്രമെന്നല്ല കേട്ടോ. ആക്ച്വലി ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ മിസ്റ്റേക്സ് എല്ലാം ഒഴിവാക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാത്തത് കൊണ്ടും കൂടെയാണ് ഇപ്പം എനിക്ക് ആക്ച്വലി മുഖത്ത് മുഖക്കുരു വരാത്തത്. ഒന്ന് കൈവിട്ട് കെയർലെസ് ആയി കഴിഞ്ഞാൽ അപ്പം എനിക്ക് മുഖക്കുരു വരെ തന്നെ ചെയ്യും. സോ ഞാൻ അത്രയും കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് പിമ്പിൾ കെയർ ചെയ്യുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഫേസ് വാഷ് ചെയ്യട്ടെ. മുഖം ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം പ്രോഡക്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. ചില സമയത്ത് മാത്രം എക്സ്ട്രാ ഡേർട്സ് ഉണ്ട്, പുറത്തൊക്കെ പോയിട്ട് വരാണ്, ഒരുപാട് ഓയിലി ആയിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ 2 തവണ ഇതുപോലെ കുറച്ച് മാത്രം പ്രോഡക്റ്റ് എടുത്തിട്ട് 2 തവണ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത്. രാവിലെയൊക്കെ മോസ്റ്റ്ലി 1 തവണ തന്നെയാണ് ചെയ്യാറ്. തീരെ ഡള്ളായിരിക്കുകയാണ്, ഫേസ് ക്ലീൻ ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 2 തവണ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നാണെന്നൊക്കെ ഉണ്ടെങ്കിൽ 1 തവണ ഫേസ് വാഷ് ചെയ്താൽ കേട്ടോ. എനിക്ക് ചില ദിവസങ്ങളിൽ മാത്രം ടൂ മച്ച് ഓയിലായിട്ട് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ 2 തവണ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് വരെ നല്ല രീതിയിലൊരു മസാജ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നന്നായിട്ട് നമ്മൾ അഴുക്ക് നന്നായിട്ട് പോവുള്ളൂ. സോ ഒരു മിനിറ്റ് വരെ, അതിൽ കൂടുതൽ ചെയ്യേണ്ട കേട്ടോ. അതിൽ കുറച്ചും ചെയ്യേണ്ട, അതിൽ കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് ദിവസം ചെയ്തു വരുമ്പോഴേക്കും മനസ്സിലാവും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറേ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക. അവിടെ നന്നായിട്ട് സോപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. 1 മിനിറ്റോളം മസാജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഒരു ക്ലീൻ ടവൽ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല രീതിയിൽ ഫേസ് ഒന്ന് തുടച്ചെടുക്കുക. ഓക്കെ, ഒത്തിരി ഡ്രൈ ആക്കി ഉരച്ചൊരച്ച് തുടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. സിമ്പിളായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് വെള്ളം എക്സസ് ആയിട്ടുള്ളത് മാറ്റിയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു പഞ്ഞിയിൽ കുറച്ച് റോസ് വാട്ടർ ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കണം. ഇത് ആക്ച്വലി എക്സ്ട്രാ ഡേർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാനും, പിന്നെ നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് മാറാനും, ഒരു ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ലുക്ക് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളിങ്ങനെ പഞ്ഞി വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ക്ലെൻസ് ആയ ഒരു ഫീലാണ് കിട്ടുന്നത്. ഡ്രൈ ആക്കില്ല, ഡാമേജ് ആക്കില്ല, നല്ല രീതിയിൽ സ്കിന്നിനെ സൂത്തൻ ചെയ്യും. ഈ ഭാഗത്തൊക്കെ എക്സ്ട്രാ ഡെഡ് സെൽസ് ബ്ലാക്ക് കളർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്നും ചെയ്താൽ മതി. ഒട്ടും ഒരയ്ക്കൊന്നും ചെയ്യരുത്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടെയൊക്കെ. സോ ഒരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പഞ്ഞി വെച്ചിങ്ങനെ റോസ് വാട്ടർ ആക്കിയിട്ട് തുടച്ചെടുത്താൽ മതി. നിങ്ങൾ ഏത് ടോണറാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനായിട്ട് നമുക്ക് ഈ ഒരു അലോവേര ജെല്ലും ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ക്രീം എടുക്കുക, കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. കാര്യം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. എനിക്കിതുവരെയും എൻ്റെ സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസർ എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ആക്ച്വലി നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഫുൾ ഡാമേജ് ആയിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് സ്കിന്നിനെ വീണ്ടെടുക്കാൻ ഞാൻ യൂസ് ചെയ്തതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതൊരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയതും. ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് എനിക്കിത് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. സോ ഞാൻ ഇത് മാത്രമായിട്ടല്ലാതെ കുറച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ സ്കിന്ന് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ല രീതിയിൽ വർക്കാവും. നോർമൽ സ്കിൻ ആർക്കും വർക്കാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എനിക്കിപ്പോൾ ഇത്
ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമായിട്ട് ഇടുമ്പോൾ എനിക്ക് ചില ദിവസങ്ങളിൽ ഓവറായിട്ട് തോന്നും, ഇഷ്ടപ്പെടാറില്ല. അതിനുശേഷമാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ട് തുടങ്ങിയത്. ആക്ച്വലി ഇത് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്, നല്ല ഒരു ബാരിയർ തരുന്നുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ രാവിലത്തെ സമയത്ത് ഇങ്ങനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത് നന്നായി സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു പ്രൊട്ടക്റ്റീവ് ലെയർ തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, നല്ല രീതിയിലൊന്ന് ഉണങ്ങണം, നന്നായിട്ട് സെറ്റ് ആവണം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ നമ്മുടെ സ്കിൻ കെയർ ആക്ച്വലി കഴിഞ്ഞു. നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ലിപ് ബാം കൂടെ അതിൻ്റെ പുറത്തൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ലിപ്സ് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രാക്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ലുക്കിനെ തന്നെ ഒരു ലുക്കിനെ ഡള്ളാക്കാനുള്ള സാധ്യതയുണ്ട്. സോ നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ ഇത് ടിൻറ്റഡ് ലിപ് ബാം ആണ്. പുറത്ത് പോകുമ്പോൾ നമുക്ക് ടിൻറ്റഡ് ലിപ് ബാം നന്നായിട്ട് വർക്കാവും. ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ലിപ് ബാം ആണ് കയ്യിലുള്ളതെങ്കിൽ ലിപ്സ്റ്റിക്കും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നല്ലതാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു ഫ്രഷ് ലുക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കണ്ടോ എൻ്റെ മോയ്സ്ചറൈസർ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസിൽ ഇപ്പോൾ കുറച്ചിങ്ങനെ ഷൈനിങ് ആയിട്ട് നിൽക്കുന്നില്ലേ, അതെനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് ബേബി പൗഡർ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ നെറ്റിയിലൊക്കെ ഉള്ള ഒരു ഓയിലിനെസ് പെട്ടെന്ന് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കണ്ണിൻ്റെ പീലി മാത്രം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വിടർന്നിരിക്കും. മസ്കാര ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വളരെ സിമ്പിളായിട്ടും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. നന്നായിട്ട് കൺപീലി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നല്ല ഫ്രഷ് ലുക്കും തരും. സോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ലുക്ക്. ഇനി ഇതിപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ചില സമയത്ത് ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.